ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് 22 സെപ്റ്റംബർ ആണ്, അതായത് ഞാൻ അഡ്മിറ്റ് ആവുന്ന ദിവസമാണ് കേട്ടോ. 23-നായിരുന്നു ഡെലിവറി. അപ്പോൾ രാവിലെ ഞാൻ പൂപ്പിക്കുട്ടനെ അത് ക്ലീൻ ചെയ്യുവാണ്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പനീർ ബിരിയാണി ആയിരുന്നു കേട്ടോ. എ സ്ക്വയർ ബിരിയാണി എന്നാണ് വാങ്ങിയത്. എൻ്റെ ഫേവറേറ്റ് ആണ് എ സ്ക്വയറിലെ പനീർ ബിരിയാണി. അപ്പോൾ അതൊക്കെ ഇതാ കഴിച്ചു. അപ്പോൾ ഇത് വൈകുന്നേരമാണ്. സിസ്റ്റം ഒന്നും എടുത്ത് വെച്ചില്ല. അപ്പോൾ ടാറ്റ ഗൈസ്, ഇനി നമുക്ക് എല്ലാം കഴിഞ്ഞ് വരുമ്പം കാണാം. ഞാൻ വന്നു മനുവിന് ഞാൻ വന്നു ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മളിത് ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ റൂമൊക്കെ അവരൊന്ന് വേഗം അറേഞ്ച് ചെയ്യും, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ അറിയാണ്ട് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. മനു ഓണത്തിനിടയ്ക്ക് പുട്ട് വെച്ചോളൂ എന്നൊക്കെ പറയുന്ന പോലെ. മുംബൈയിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്ത ഗൈസ്, ദാ നമ്മുടെ റൂം സെറ്റായി എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ നേരെ അങ്ങ് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മുടെ ലിഫ്റ്റിൻ്റെ അവിടെ ഞങ്ങൾ വന്ന് നിൽക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അത് അവർ വിളിച്ച് പറഞ്ഞു നമുക്ക് റൂമൊക്കെ റെഡി ആയി എന്നുള്ളത്. അപ്പോൾ അത് റൂമിലോട്ടാട്ടോ പോകുന്നത്. നമ്മൾ എടുത്തിട്ടുള്ളത് ഡീലക്സ് റൂം ആയതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമായിരുന്നു കേട്ടോ. 3 പേർക്ക് കിടക്കാൻ പറ്റുന്ന രീതിക്കുള്ള റൂമായിരുന്നു. നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് വേണ്ടുന്ന എല്ലാം ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. സ്റ്റോറേജ് സ്പേസ് വരുന്നതൊക്കെ തന്നെ നല്ല വലുതായിരുന്നു. പിന്നെ മനു നെയിൽ കട്ട് ചെയ്ത് തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സന്ധ്യ സമയമായി കേട്ടോ. അപ്പം എനിക്ക് കുറച്ച് പണിയും കൂടെ തീർക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ലാപ്പും കൂടെ കൊണ്ടാണ് വന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്ത് തീർത്തിട്ട് ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോഴത്തേക്കാണ് ആൻറ്റിമാർ വന്നിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് റൂമിൽ വന്നത്. അപ്പോൾ പിന്നെ നമ്മൾ 3 പേരും പുറത്തിറങ്ങി. അപ്പം സന്ധ്യയ്ക്ക് നിങ്ങൾ എൻ്റെ റൂമിൽ നിന്ന് കാണുന്നതാണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണിത്. അപ്പോൾ അത് അവരിത് ക്ലീൻ ചെയ്തിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന നെക്സ്റ്റ് ഡേ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പം ഇന്ന് ഡേറ്റ് സെപ്റ്റംബർ 23 ആണ്. രാവിലെ ഇപ്പോൾ സമയം 6 ആവാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. 5:55 ആയിട്ടുണ്ട്. അപ്പം ഇന്നാണ് നമ്മുടെ ഡെലിവറി ഡേ എന്ന് പറയുന്നത്. ഇപ്പം എണീറ്റിട്ടേ ഉള്ളൂ കേട്ടോ. ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല. പൊതുവെ എനിക്ക് രാത്രി ഉറക്കം കുറവാണ്. അപ്പം ഇതൊക്കെ ഊരി വയ്ക്കാൻ പറഞ്ഞു. മൂക്കുത്തി, കമ്മൽ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഊരി വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എണീറ്റേ ഉള്ളൂ. ഇനിയിപ്പോൾ പല്ല് വയ്ക്കണം. പിന്നെന്താണ്, പിന്നെ ഈ ഒരു സാധനം കൊണ്ട് തന്നിട്ട് പോയി കേട്ടോ. ഗൗണാണ് കേട്ടോ, ഗൗണാണ്. ഇതൊക്കെ ഇട്ടിട്ട് നിൽക്കാൻ പറഞ്ഞു. 10 മണിക്കൊക്കെ കാണത്തുള്ളൂ. പിന്നെ ഫ്ലൂയിഡൊക്കെ സ്റ്റാർട്ട് ചെയ്യും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മുന്നേ ഇതൊക്കെ ഒന്ന് ഇട്ട് റെഡിയായിട്ട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ പിന്നെ അവർ വന്നിട്ട് ഇനിമ തന്നിട്ടുണ്ടായിരുന്നു രാവിലെ. അതായത് അവർ വന്ന് ഒരു 5:30-5:45 വന്നിട്ട് ഇനിമ തന്നു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പം ബ്രഷ് ചെയ്തിട്ടില്ല, ബ്രഷ് ചെയ്യണം. ഒന്ന് ഫ്രഷായി ഈ ഗൗണൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കാം. പിന്നെ എനിക്ക് ടെൻഷനും കാര്യങ്ങളും ഒട്ടുമില്ല കേട്ടോ ഗൈസ്. ഞാൻ ഭയങ്കര കൂളായിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് ആകെ ഇച്ചിരി ടെൻഷനുള്ളത് എൻ്റെ പൂപ്പിക്കുട്ടനെ കാണാൻ പറ്റാത്തതിനുള്ളൊരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. അതായത് അവൻ എന്നെ കാണാതിരിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഐ എം കൂൾ ഗൈസ്, കൂൾ. ഞാൻ ഇനി വേഗം പോയി റെഡി ആവട്ടെ. ഓക്കെ. നല്ല പോലെ ഉറങ്ങിയിട്ട് ഇവിടെ എണീറ്റ് ഇരിപ്പുണ്ട്. മനു ഇന്ന് ഡെലിവറി ഡേ ആണ്. എന്താണ് പറയാനുള്ളത്? All the best. Are you excited? Yes. Yes.
അപ്പോൾ രാവിലത്തെ ആ ഒരു ഇതാണ് കേട്ടോ, നമ്മുടെ ഡോറ് തുറക്കുമ്പം കാണുന്ന ഇതാണ്. ഇതൊരു ബാക്ക് സൈഡാണ് കേട്ടോ. അപ്പം അവരിതാ നമുക്ക് നേഴ്സ് ഗൗണൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് അവർ തന്നിരിക്കുന്ന ഗൗണെന്ന് പറഞ്ഞൊരു സാധനം. ഇതൊരു പേപ്പറായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ചൊന്നുമില്ല, എവിടെയൊക്കെ ഒട്ടിച്ച് വെക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, വേറൊരു സാധനം കൂടെ ഉണ്ട്, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ചോദിക്കാം നമുക്ക്. ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്ക് വേഗം ഷീറ്റ് മാസ്ക് ഇടാം ഫസ്റ്റ്. ഇപ്പോൾ നമുക്ക് ഫ്ലൂയിഡ് നമ്മുടെ ബോഡിയിൽ കയറ്റാൻ പോകണം. അപ്പോൾ ക്യാൻഡിൽ ഇടണം, ബ്ലഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ രാവിലെ ഇതാ ഇവർ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഫുഡ് കഴിക്കാൻ പാടില്ല. കൊള്ളാമോ അമ്മ ഫുഡ്? അപ്പവും മുട്ടക്കറി. എനിക്ക് കഴിക്കാനായിട്ടൊന്നുമില്ല, എനിക്കവർ ട്രിപ്പാണ് തന്നേക്കുന്നത്. എനിക്കിനി ഫുഡൊന്നുമില്ല ഗൈസ്. എനിക്കിങ്ങനെ ഇവരെ നോക്കി വെള്ളം ഇറക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഗൈസ് എൻ്റെ അടുത്തൊരു 9 മണി കഴിഞ്ഞിട്ട്, അപ്പം 9 മണി കഴിഞ്ഞിട്ട് നമുക്ക് പോവാം എന്നാണ് പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ ഇരിക്കുകയാണ്, ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. ഇന്നലെ രാത്രി 10 മണി മുതൽ ഒന്നും ഫുഡും ഒരു ഫ്ലൂയിഡും എടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അവരിപ്പോൾ ഡ്രിപ്പ് ഇട്ടേക്കുവാണ്. പക്ഷെ എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. ഇപ്പം മനുവിൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ വരും കേട്ടോ. മനുവിൻ്റെ അമ്മയും ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡൊക്കെ ഇപ്പോൾ വരും. അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ചേച്ചിയും ഹസ്ബൻഡും ഒക്കെ ഇപ്പോൾ വരും. പിന്നെ ഈ ബ്ലഡൊക്കെ അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് ഇപ്പം ഇനി അടുത്തത് വന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതിപ്പോൾ രാവിലെ ഒരു 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ചേച്ചിമാർ റൂം ക്ലീൻ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പോഴപ്പോഴായിട്ട് അവർ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ എടുത്ത് പറയേണ്ട കാര്യമാണ്. അടിപൊളി സർവീസാണ് ഇവരുടെ അത്. അപ്പോൾ അതുപോലെ തന്നെ മനുവിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും എന്താ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യക്കൂട്ടൻ ഞാൻ ഈ ഗൗൺ ഇട്ടേക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ അന്തമിട്ടൊക്കെ നോക്കുന്നുണ്ട്. അവനൊരു ചെറിയ നാണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ ക്ലീനിങ് നടക്കുവാണ്. അപ്പം നേഴ്സ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് തിയേറ്ററിലോട്ട് പോവാമെന്ന്. അപ്പം വന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും എന്താ തിയേറ്ററിലോട്ട് പോകാനായിട്ട് നിൽക്കുവാണേ. പിന്നെന്താണ്, പിന്നെ സി സെക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രീച്ച് പൊസിഷൻ ആയിരുന്നു എനിക്ക്, അതുകൊണ്ടാണ് സി സെക്ഷൻ ആക്കിയത്. പിന്നെ നോർമൽ ഡെലിവറി ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഹസ്ബൻഡിനെ അലൗ ചെയ്യുമായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റി ഇവിടെയുണ്ട്. സി സെക്ഷനും അവർ അലൗ ചെയ്യാമെന്നാണ് പറഞ്ഞത്. പക്ഷേ പറ്റിയത് വേറെയും നോർമൽ ഡെലിവറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിൽ കയറ്റത്തില്ല. ആ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് മാത്രം അലൗ ചെയ്തില്ല. അപ്പോൾ അതാ ഞാൻ കയറാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടു കാണും നിങ്ങളെല്ലാവരും. കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. സെപ്റ്റംബർ 23 10:21 കേട്ടോ ഡെലിവറി കഴിഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് അവർ പുറത്ത് എന്നെ കാണിക്കാൻ കൊണ്ടുപോയതാണ് കേട്ടോ. എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഭയങ്കര കൂളായിരുന്നു. ചിരിച്ച് കളിച്ചൊക്കെ കേട്ടോ സംസാരിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ആൻറ്റിമാരൊക്കെ ചോദിച്ചായിരുന്നു ഡെലിവറി കഴിഞ്ഞ ആൾ തന്നെയാണോ എന്നാണ് ചോദിച്ചത്. അപ്പോഴും ഞാൻ അവിടെ പറയുന്നുണ്ടായിരുന്നു ഇതുവരെ ഓക്കെയാണ്, ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്നുള്ളത് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടാം. അപ്പോൾ ഇനി കുഞ്ഞിമണിയെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം കേട്ടോ. കണ്ണനുണ്ണി നിന്നെ നോക്കി കണ്ണു വെക്കും നക്ഷത്രം നാവൊരു പാടിയൊഴിഞ്ഞു തരുവേ നാടൻ പൊള്ളുവനെ വാവോ വാവേ വന്നും മുതൽ സമ്മാനം ഇങ്ങ് തരാം മേലെ തങ്ക നിലാക്കിണ്ണം കുനുകുനി നിൻ ചേരുമരുകിൽ ചാർത്താം ചന്ദനം പൊന്നിൻ പാദസരങ്ങൾ പണിഞ്ഞ